അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ +1കാരുടെ പ്രവേശനോത്സവമാണ്. അഡ്മിഷനൊക്കെ പണ്ട് എടുത്തു കഴിഞ്ഞു. പ്രവേശനോത്സവമാണ്. അപ്പോൾ അതിന് വന്നതാണ്. അപ്പോൾ ജൂൺ 18, ഇന്ന് ജൂൺ 18 അതിന് വേറൊരു സ്പെഷ്യാലിറ്റി അറിയാമല്ലോ, എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഇന്ന് തന്നെ പങ്കന് സ്കൂളിൽ പ്രവേശനോത്സവം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മീനങ്ങാടി സ്കൂളിലാണ് പൈങ്കിളിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മീനങ്ങാടി സ്കൂളിലാണുള്ളത്. അവനിപ്പോൾ ക്ലാസ്സിലേക്ക് പോയേക്കുവാണ്. ഇതാ ബിൽഡിംഗ് അല്ലേ, ഹയർ സെക്കൻഡറിൻ്റെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ജന്മസ്ഥലവും കൂടിയാണ്. ഫസ്റ്റ് അമ്മേൻ്റെ വയറാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ റൂട്ടിലാണ് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി. മീനങ്ങാടി ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഗൈസ് ഈ ദിവസം ഉച്ചകഴിഞ്ഞൊരു 3:30 കൂടി എൻ്റെ ജന്മം, ഡയാനയുടെ ജന്മം വരുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ജന്മസ്ഥലവും കൂടിയാണ്. എൻ്റെ വീട്, രണ്ടാമത്തെ വീടാണ് അവിടെ. സെക്കൻഡ് ഹോമാണ്. അപ്പോൾ അതാ നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി മരമുണ്ട്. നോക്ക്, എനിക്ക് തോന്നുന്നു വാഗമരാണ് എനിക്ക് തോന്നുന്നത്. വാഗയാണോ എന്ന് എനിക്കറിയില്ല, സംശയമുണ്ട്. വാഗ പോലത്തെ റോസ് ചിവക്കൊന്നുമല്ല, അല്ല അതിന്റെ ഇല നോക്ക്, റോസ് പൂവുണ്ടാവുന്നില്ലേ, എനിക്ക് അതിന്റെ പേരറിയില്ല. കൈയും കാലൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ബിൽഡിങ്ങിന്റെ മുകളിൽ കുറച്ച് കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ ഹായ് ഹോയ് ഒക്കെ പറയുന്നുണ്ട്. മമ്മയുടെ പാരന്റ്സിന്റെ മീറ്റിംഗ് ഉണ്ട്, അത് കേട്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ നൈസായിട്ട് മുങ്ങിയതാ. കാരണം ഈ ക്ലാസ് എന്നുള്ള സംഭവം നമുക്ക് ഇഷ്ടമില്ല. ഞാൻ വേണേ ക്ലാസ് എടുത്ത് തരാം, ക്ലാസ് കേൾക്കാൻ പറ്റില്ല. മോസ്റ്റ് ബോറിംഗ് ആയി. മമ്മ ഇരുന്ന് ഉറങ്ങുന്നുണ്ടാവും അവിടെ. അപ്പൊ നമ്മളിത് ഇവിടെ ഈ TF എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. പിന്നെ എന്റെ ജന്മസ്ഥലം കൂടി നിങ്ങൾ കാണിക്കണ്ടേ. യെസ്.